Hello all, welcome back to Cafe Learnings. ഇപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് പ്രൈസിനെ പറ്റിയുള്ളതാണ്. യൂണിറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ യൂണിറ്റ് പ്രൈസിനായിട്ട് നമ്മൾ ഈ ടേബിൾ എന്തായാലും പഠിക്കണം, ഇത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ എങ്ങനെ പഠിച്ചാൽ നോക്കാം. ഈ ടേബിളിൽ 1 ഉണ്ടോ, സോറി 1ൻ്റെ ഭാഗത്ത് 1 തന്നെയാണ്, ഈ ഭാഗത്തും 2ൻ്റെ ഭാഗത്ത് 2, 4, 8, 6 ഉണ്ട്. 3ൻ്റെ ഭാഗത്ത് 3, 9, 7, 1 ഉണ്ട്. 4ൻ്റെ ഭാഗത്ത് 4, 6, 5ൻ്റെ ഭാഗത്ത് 5, 6ൻ്റെ ഭാഗത്ത് 6, 7ൻ്റെ ഭാഗത്ത് 7, 9, 3, 1, 8ൻ്റെ ഭാഗത്ത് 8, 4, 2, 6. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 9ൻ്റെ ഭാഗത്ത് 9, 1, 10ൻ്റെ ഭാഗത്ത് 0. അപ്പോൾ ഇതിൽ ഒരേ ഇത് വരുന്നത് നമുക്ക് വെട്ടിക്കളയാം. 1ൽ ഒരേ ഇതാ വരുന്നത്, 5ലും 6ലും 10ലും ഒരേ ഇതാ വരുന്നത്. 10ൻ്റെ അവസാനത്തത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2ൻ്റെയും 3ൻ്റെയും 7ൻ്റെയും 8ൻ്റെയും നോക്കാം. അതിലാണ് 4 പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാണ് 4 പോസിബിലിറ്റി ഉള്ള അക്ഷരങ്ങൾ. ഇതിൽ 2ൻ്റെത് ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നിങ്ങൾ ഇത് കാണാപ്പാഠം പഠിച്ചേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. പഠിച്ചാലും കുഴപ്പമില്ല. ആദ്യം 2 എഴുതുക, എന്നിട്ട് 2 × 2, ദെൻ നമുക്ക് കിട്ടും 4. 4 എന്നിട്ട് 4 × 2, അപ്പോൾ 8 കിട്ടും. 8 പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ 8ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 16 കിട്ടും. അടുത്ത 1ന് ഒഴിവാക്കുക, ലാസ്റ്റ് അക്ഷരം എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ ഈ റെസ്റ്റു വരുന്ന സംഖ്യനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുകയാണെങ്കിൽ 2ആണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. റിമൈൻഡർ 2 കിട്ടുകയാണെങ്കിൽ 4ആണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. റിമൈൻഡർ 3 കിട്ടുകയാണെങ്കിൽ 8ആണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ 6 ആണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. ഇതേപോലെയാണ് 3യുടെയും 7ൻ്റെയും 8ൻ്റെയും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുക. 3ൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യം 3 എഴുതുക, 3 × 3 9. ഇപ്പോൾ 9 എഴുതുക. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ വീഡിയോ ലോങ് കൂട്ടണ്ട എന്ന് കരുതിയാണ് ഷോർട്ടാക്കി പറയണത്. നമുക്ക് 4ൻ്റെയും 9ൻ്റെയും കേസിലേക്ക് പോകാം. 4നും 9നും ആകെ 2 ഉള്ളൂ. അപ്പോൾ ഇതിൽ 4ൻ്റെ കേസിൽ 4 എന്ന സംഖ്യ ഓഡ്, അതായത് 4⁻21. ഈ 21 എന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 4 ആക്കാരം. 2⁻22ൻ്റെത് 22 എന്നത് ഈവൻ നമ്പറാണ്, അപ്പോൾ 6 ആയിരിക്കും. 9ൻ്റെതും 9⁻36 ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. 9⁻35 ആണെങ്കിൽ 9 ആയിരിക്കും ആൻസർ. ഇവിടെ ഓഡ് ആയതുകൊണ്ടാണ് 9, ഇവിടെ ഈവൻ ആയതുകൊണ്ടാണ് 1. അപ്പോൾ ഇത് മനസ്സിലായി കരുതുന്നു. നമുക്ക് 2-3 ക്വസ്റ്റ്യനുകളും ചെയ്ത് ഈ വീഡിയോയുടെ നിർത്താം. യൂണിറ്റ് പ്ലേസ് ഓഫ് 56⁻567. ദെൻ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. 6 വന്നാൽ 6 തന്നെ ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല, ആൻസർ 6. രണ്ടാമത്തത് 5⁻5 എന്നത് 55⁻45 ആണ്. 5 വന്നാലും അത് തന്നെയാണ് 5. ഇനി അടുത്തത് 2⁻99,989 ആണ്. ഇത്രയും വലിയ ലെറ്റർ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അവസാനത്തെ 2 അക്കം എടുത്തുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയും എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ 89 divided by 4 ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ 2 into 4 8 then 9 ഉണ്ടാവും ബാക്കി 9 2 into 2 4 8 ബാക്കി റിമൈൻഡർ 1. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് 1 ആയാൽ 2 ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 2 ആണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ഒക്കെ സിമ്പിൾ ഇതായതുകൊണ്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. 3 raised to 367. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടെടുക്കാം? 67 എടുക്കുക, 67 divided by 4 1 4 27 27 6 24 റിമൈൻഡർ 3ൻ്റെ ടേബിൾ നമുക്ക് എഴുതി വെക്കാം. 3971 ദെൻ ഇവിടെ 7 ആണ്. 3 റിമൈൻഡർ എന്നാൽ 7 ആണ് യൂണിറ്റ് പ്ലേസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. 37 raised to 997 ദെൻ ഇതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും ഹോംവർക്കായി കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ ദെൻ ബൈ.